So hello guys, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ 599 രൂപ എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നല്ല മ്യൂസിക് ക്വാളിറ്റി, നല്ല ബാറ്ററി ബാക്കപ്പും എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചറും ഗെയിമിംഗ് മോഡും ഒക്കെ നൽകുന്ന ഒരു കിടിലൻ നെക്ക് ബാൻഡ് ടൈപ്പ് വയർലെസ് ഇയർഫോൺസ് ആണ് സ്വാട്ടിൻ്റെ നെക്കോൺ 101 എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസ്. സോ ഈ ഒരു വയർലെസ് ഇയർഫോൺസിൻ്റെ കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ സ്വാട്ടിൻ്റെ നെക്കോൺ 101 എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസ് വരുന്നത്. എനിവേ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഇയർഫോൺസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നീട് ഒരു കവറിനകത്തായിട്ട് ഡോക്യുമെൻറ്റേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നീട് ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. പിന്നീട് ഫൈനലി നമുക്ക് കുറച്ച് എക്സ്ട്രാ പെയർസ് ഓഫ് സിലിക്കൺ ഇയർ ടിപ്സും കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ വയർലെസ് ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ഈ നെക്ക് ബാൻഡ് പോർഷൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ മടക്കി നമുക്ക് പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും. ഹാർഡ് പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്വാട്ടിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. മറ്റേ സൈഡിലായിട്ട് നമുക്ക് ബട്ടൺ കൺട്രോൾസും സ്റ്റാറ്റസ് LED ലൈറ്റും പിന്നെ സൈഡിലായിട്ട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി പോർട്ടും കാണാൻ പറ്റും. ഇനി നമ്മുടെ ഇയർബഡ്സിലേക്ക് വരുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു മെറ്റാലിക് ബിൽഡാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ലോക്കിംഗ് മെക്കാനിസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂസ് കഴിഞ്ഞ് നമുക്ക് ഇയർബഡ്സ് ഇതേപോലെ മാഗ്നറ്റിക്കലി ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നെക്ക് ബാൻഡ് ഇയർബഡ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു വയറിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടാങ്കിൾ ഫ്രീ വയേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഈ വയർലെസ് ഇയർഫോൺസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഇനി ഈ വയർലെസ് ഇയർഫോൺസിൻ്റെ ഫിറ്റ് ആൻഡ് കംഫർട്ടിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ എനിക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നീട് ഒരു ഇന്നർ ടൈപ്പ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിറ്റും കിട്ടുന്നുണ്ട്. കാതിൽ നിന്ന് അങ്ങനെ ഊരിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. സോ ഫിറ്റ് ആൻഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. ഇനി കണക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. ഒപ്പം തന്നെ 10 meters ആണ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ കണക്ഷൻ പ്രൊസീജിയറൊക്കെ വളരെ ഈസിയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ വയർലെസ് ഇയർഫോൺസിലെ MFB ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയർലെസ് ഇയർഫോൺസ് ഓൺ ആകും. എന്നിട്ട് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് സ്വാട്ട് നെക്കോൺ 101 എന്ന് പറയുന്ന നമ്മുടെ ഡിവൈസ് കാണാൻ പറ്റും. സോ അത് സെലക്ട് ചെയ്തിട്ട് പേര് കൊടുത്താൽ മാത്രം മതി. കണക്ഷനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ പെയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സീംലെസ്ലി ഒരേ സമയം നമുക്ക് രണ്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ അതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ഇനി ഒരു ഇയർഫോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സോ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ 10 mm ഡ്രൈവേഴ്സാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഡീപ്പ് ബേസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മിഡ്സും ട്രബിളും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ലെവൽ എന്ന് വേണം പറയാൻ. പക്ഷേ ബേസാണ് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു വോളിയം ലെവലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മൂവീസ് കാണുമ്പോഴും വീഡിയോസ് കാണുമ്പോഴും ഒക്കെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡീസൻറ്റ് ലെവൽ മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. ഇനി ഒരു വയർലെസ് ഇയർഫോൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ്. സോ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ സിംഗിൾ ചാർജിൽ തന്നെ നമുക്കിവിടെ 30 hours ഒരു പ്ലേ ബാക്ക് ടൈമാണ് ലഭിക്കുന്നത്. എൻ്റെ ഒരു യൂസേജിലും എനിക്ക് അത്രയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങളൊരു കാഷ്വൽ യൂസറൊക്കെ ആണെങ്കിൽ ദിവസങ്ങളോളം ബാറ്ററി ബാക്കപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന് സപ്പോർട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 40 minutes കൊണ്ട് തന്നെ നമുക്ക് ഈ വയർലെസ് ഇയർഫോൺസ് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. സോ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഈ വയർലെസ് ഇയർഫോൺസിൽ ബിൽറ്റ് ഇൻ മൈക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ കോൾ ക്വാളിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഈ വയർലെസ് ഇയർഫോൺസിൻ്റെ കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വാട്ട് നെക്കോൺ 101 എന്ന് പറയുന്ന വയർലെസ് ഇയർഫോൺസ് വഴിയാണ്. സോ ഇതാണ് ഈ വയർലെസ് ഇയർഫോൺസിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി. ഇനി നമുക്ക് ഈ വയർലെസ് ഇയർഫോൺസിൽ വരുന്ന ബട്ടൺ കൺട്രോൾസും അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ MFB ബട്ടണിൽ ജസ്റ്റ് ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒന്നുകൂടി ഒന്ന് സിംഗിൾ പ്രസ് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് വീണ്ടും പ്ലേ ചെയ്യാനും പറ്റും. ഇനി പ്ലസ് ബട്ടണിൽ നമ്മളൊന്ന് സിംഗിൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ മൈനസ് ബട്ടണിൽ നമ്മളൊന്ന് സിംഗിൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ വോളിയം കുറയ്ക്കാനും സാധിക്കും. ഇനി നമ്മുടെ MFB ബട്ടണിൽ 3 പ്രാവശ്യം പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗെയിം മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒന്നുകൂടി 3 പ്രാവശ്യം പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം മോഡ് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും.
ഇനി നമ്മുടെ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ പറ്റും. ഇനി മൈനസ് ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബട്ടൺ ഫംഗ്ഷൻസ്. ഇനി നമ്മുടെ വയർലെസ് ഇയർഫോൺസിൽ വരുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 55 ms ഗെയിം മോഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ MFB ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗെയിം മോഡ് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ IPX7 റേറ്റിംഗും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴ ഉള്ളപ്പോഴൊക്കെ യൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. ഇനി ഫൈനലി ഈ വയർലെസ് ഇയർഫോൺസിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 599 രൂപയാണ് പ്രൈസ് വരുന്നത്. ആമസോണിലും ഒപ്പം തന്നെ സ്വോട്ടിൻ്റെ വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.